സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു റിവിഷനാണ്. സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ ആൻസേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC ചെയർമാനെ നിയമിക്കുന്നത് ആര്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് UPSC ചെയർമാനെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതിയാണ് UPSC ചെയർമാനെ നിയമിക്കുന്നത്. രാഷ്ട്രപതി. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2026 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയിലാണ്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. 2026 ആഗോള AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? 2026 ആഗോള AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നതും ഇന്ത്യയാണ്. കാർബോഹൈഡ്രേറ്റുകളുടെ രാസഘടകം എന്താണ്? കാർബോഹൈഡ്രേറ്റുകളുടെ രാസഘടകം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബോഹൈഡ്രേറ്റുകളുടെ രാസഘടകമാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ. ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബോഹൈഡ്രേറ്റുകളുടെ രാസഘടകം. അന്നജമുള്ള ഭക്ഷണ വസ്തുവിൽ അയോഡിൻ ചേർത്താൽ ലഭിക്കുന്ന നിറം എന്താണ്? അന്നജമുള്ള ഭക്ഷണ വസ്തുവിൽ അയോഡിൻ ചേർത്താൽ ലഭിക്കുന്ന നിറം ഏതാണ്? ഇരുണ്ട നീല നിറമാണ്. ഇരുണ്ട നീല നിറം. അന്നജത്തിന്റെ അളവനുസരിച്ച് ഈ നീല നിറത്തിന്റെ കാഠിന്യത്തിൽ വ്യത്യാസം ഉണ്ടാക്കുന്നു. അന്നജത്തിന്റെ അളവനുസരിച്ച് ഈ നീല നിറത്തിന്റെ കാഠിന്യത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. അന്നജമുള്ള വസ്തുവിൽ എന്ത് ചേർത്താലാണ് നീല നിറം വരുന്നത്? അയോഡിനാണ്. അയോഡിന്റെ സാന്നിധ്യമാണ് നീല നിറം വരുന്നത്. ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ വനിത ആര്? ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത ദുർഗാബായ് ദേശ്മുഖാണ്. ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത ദുർഗാബായ് ദേശ്മുഖ്. തൻ്റെ മാതാവിൻ്റെ വിയോഗത്തെ തുടർന്ന് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യം. ആരാണ്? കുമാരനാശാൻ. ആരുടെ മരണത്തെ തുടർന്നാണ്? തൻ്റെ മാതാവിൻ്റെ വിയോഗത്തെ തുടർന്ന് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യമാണ് ഒരു അനുതാപം എന്നത്. അപ്പോൾ ഒരു അനുതാപം എന്നത് ആരുടെ കൃതി എന്ന് ചോദിച്ചാൽ കുമാരനാശാൻ്റെതാണ്. ഇത് രചിക്കുവാനുണ്ടായ സന്ദർഭമാണ് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ വിയോഗത്തെ തുടർന്നാണ് കുമാരനാശാൻ വിലാപകാവ്യമായ ഒരു അനുതാപം എന്ന കൃതി രചിച്ചത്. ഡിസംബർ 10 ഏത് ദിനമായിട്ട് ആചരിക്കുന്നു? ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമാണ്. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നു. മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ 10. തിരുവിതാംകൂറിൽ ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? തിരുവിതാംകൂറിൽ ശ്രീമതി മാസികയുടെ പേര് ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? അന്നാ ചാണ്ടിയാണ് തിരുവിതാംകൂറിൽ ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത്. മാസികയുടെ പേര് ശ്രീമതി, ആരംഭിച്ചത് അന്നാ ചാണ്ടി. പ്രാചീന സംസ്കൃത സാഹിത്യത്തിൽ രത്നാകര എന്നറിയപ്പെട്ടത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. പ്രാചീന സംസ്കൃത സാഹിത്യത്തിൽ രത്നാകര എന്നറിയപ്പെട്ടത് ഇന്ത്യൻ മഹാസമുദ്രം. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് 10 ഡിഗ്രി ചാനൽ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നു 10 ഡിഗ്രി ചാനൽ. അപ്പോൾ 10 ഡിഗ്രി ചാനൽ വേർതിരിക്കുന്നത് എന്തിനെയൊക്കെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെയാണ് 10 ഡിഗ്രി ചാനൽ വേർതിരിക്കുന്നത്. അടുത്ത ചോദ്യം,
ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഭൂപടത്തിലെ സാങ്കല്പിക രേഖകൾ. ഒരേ തരത്തില് മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഭൂപടത്തിലെ സാങ്കല്പിക രേഖകളാണ് ഐസോഹേഡ്സ്. രേഖകളുടെ പേരെന്താണ്? ഐസോഹേഡ്സ് എന്നാണ്. എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഭൂപടത്തിലെ സാങ്കല്പിക രേഖകളാണ് ഐസോഹേഡ്സ്. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചി. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആര്? സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആര്? ഗവർണറാണ്. സംസ്ഥാന ഗവർണറാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്. സംസ്ഥാന ഗവർണർ. ഫ്ലൂറസെന്റ് ബൾബുകളിലും നിയോൺ ലൈറ്റുകളിലും കാണുന്ന പദാർത്ഥാവസ്ഥ. ഫ്ലൂറസെന്റ് ബൾബുകളിലും നിയോൺ ലൈറ്റുകളിലും കാണപ്പെടുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥ ഏതാണ്? പ്ലാസ്മാവസ്ഥയാണ്. പ്ലാസ്മാവസ്ഥയിലാണ് ഫ്ലൂറസെന്റ് ബൾബുകളിലും നിയോൺ ലൈറ്റുകളിലുമുള്ള പദാർത്ഥാവസ്ഥ പ്ലാസ്മ. ഏത് സിനിമയ്ക്കാണ് മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത്? ഏത് സിനിമയ്ക്കാണ് മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത്? ആദി ശങ്കരാചാര്യ എന്ന സിനിമയ്ക്കാണ്. 1983 ആദി ശങ്കരാചാര്യ എന്ന സിനിമയ്ക്കാണ് മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത്. ആദി ശങ്കരാചാര്യ 1983. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്കൃത സിനിമ ഏത് എന്ന് ചോദിച്ചാലോ? ഇന്ത്യയിലെ ആദ്യത്തെ സംസ്കൃത സിനിമയാണ് ആദി ശങ്കരാചാര്യ. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്കൃത സിനിമ. ആര്യഭട്ട വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏത് രാജ്യത്തിൻ്റെതായിരുന്നു? ആര്യഭട്ട ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏത് രാജ്യത്തിൻ്റെതായിരുന്നു? സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ ഇന്നത്തെ റഷ്യയുടെ റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ആര്യഭട്ട വിക്ഷേപിച്ചത്. സോവിയറ്റ് യൂണിയൻ. വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന വർഷം. വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നത് 1498 1498 വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നത്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാണ്? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയാണ്. ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയാണ് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി. ഇബ്, ടെൽ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? ഇബ്, ടെൽ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? മഹാനദിയുടെ പോഷക നദികളാണ് ഇബ്, ടെൽ എന്നിവ. മഹാനദിയുടെ പോഷക നദികളാണ് ഇബ്, ടെൽ എന്നിവ. പദവി നാമങ്ങൾ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏത്? പദവി നാമങ്ങൾ നിരോധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 18 ആണ്. ആർട്ടിക്കിൾ 18 പദവി നാമങ്ങൾ നിരോധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ഏതാണ്? ആർട്ടിക്കിൾ 18. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി. റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായിട്ട് സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തെളിമ. പദ്ധതിയുടെ പേരെന്താണ്? തെളിമ. എന്തിനു വേണ്ടിയിട്ടാണ്? റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായിട്ട് സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തെളിമ. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? BR അംബേദ്കർ ആയിരുന്നു ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് എപ്പോഴാണ്? ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് എപ്പോഴാണ്? 1950 ജനുവരി 26 ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് 1950 ജനുവരി 26. കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക് ടെക്നോ പാർക്ക് തിരുവനന്തപുരമാണ്. ടെക്നോ പാർക്ക് തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക്. ടെക്നോ പാർക്ക് തിരുവനന്തപുരം. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ട് നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്?
ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായിട്ട് നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധിയാണ് 35 വയസ്സ്. 35 വയസ്സാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായിട്ട് നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി, 35 വയസ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത് ഏത് ഭേദഗതിയിലൂടെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത് 42ാമത്തെ ഭേദഗതി പ്രകാരമാണ് 1976. 1976 42ാമത്തെ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത്. 1976 42ാം ഭേദഗതി നിയമം. ഇന്ത്യൻ പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ അനുവദനീയമായ ഏറ്റവും കൂടിയ ഇടവേള എത്രയാണ്? ഇന്ത്യൻ പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ അനുവദനീയമായ ഏറ്റവും കൂടിയ ഇടവേള എന്ന് പറയുന്നത് 6 മാസമാണ്. 6 മാസം. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കായിക കേരളത്തിന്റെ പിതാവ് ഗോദവർമ്മ രാജയാണ്. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഗോദവർമ്മ രാജ, GV രാജ. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ദിഗ്ബോയില് എണ്ണ ശുദ്ധീകരണശാല ആരംഭിച്ച വർഷം. അസമില് ദിഗ്ബോയില് എണ്ണ ശുദ്ധീകരണശാല ആരംഭിച്ചത് 1901. 1901 എണ്ണ ശുദ്ധീകരണശാല ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമമാണ് യാക്തേൻ. സിക്കിമില് യാക്തേനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം. സിക്കിമില് യാക്തേൻ. ട്രൈബൽ ജീനോം സീക്വൻസിംഗ് നടത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ട്രൈബൽ ജീനോം സീക്വൻസിംഗ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. ഡോക്ടർ MS സ്വാമിനാഥനോടുള്ള ആദരമായിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കർഷക ദിനമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? ഓഗസ്റ്റ് 7 ഏത് ദിനമായിട്ടാണ്? കർഷക ദിനമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഡോക്ടർ MS സ്വാമിനാഥനോടുള്ള ആദരമായിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കർഷക ദിനമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ലോകത്തിലെ ആദ്യത്തെ മഴ മ്യൂസിയം മേഘാലയയിലെ മോസിൻഡ്രാമിലാണ്. ലോകത്തിലെ ആദ്യത്തെ മഴ മ്യൂസിയം. കേരളത്തിൽ ആദ്യമായി കവച് സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന റെയിൽപാത. കേരളത്തിൽ ആദ്യമായിട്ട് കവച് സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്നത് എറണാകുളം സൗത്ത് ടു ഷൊർണൂർ ജംഗ്ഷൻ വരെയാണ്. എറണാകുളം സൗത്ത് ടു ഷൊർണൂർ ജംഗ്ഷൻ. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ആര്? ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡൽഹൌസി പ്രഭു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ റെയിൽവേ ആണ്. ഒഡീഷയിലെ ഏത് സംരക്ഷിത പ്രദേശമാണ് ഇന്ത്യയിലെ 107ാമത് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്? ഇന്ത്യയിലെ 107ാമത്തെ ദേശീയോദ്യാനം ഏതാണ്? സിംലിപാൽ ആണ്. സിംലിപാൽ ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ 107ാമത്തെ ദേശീയോദ്യാനം. സിംലിപാൽ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഒഡീഷയിലാണ്. അപ്പം 107ാമത്തെ ദേശീയോദ്യാനമാണ് സിംലിപാൽ ദേശീയോദ്യാനം. സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണ്? ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. പദ്ധതിയുടെ പേര് സമുദ്രയാൻ. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായിട്ട് ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായിട്ട് ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക.
ലോക ജന്തുജന്യ രോഗ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ലോക ജന്തുജന്യ രോഗ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 6 ജൂലൈ 6 ലോക ജന്തുജന്യ രോഗ ദിനം. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ജില്ല. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയാണ് കോട്ടയം. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ല കോട്ടയം. സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ഏതാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ഏത് എന്ന് ചോദിച്ചാൽ ധർമ്മടമാണ്. ധർമ്മടം. നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ടത് കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷൻ. ഒരേ സമയം ആസിഡിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേര്. ഒരേ സമയം ആസിഡിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങളാണ് ആംഫോടെറിക്. എന്താണ്? ആംഫോടെറിക്. ഒരേ സമയം ആസിഡിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങളാണ് ആംഫോടെറിക് എന്ന് അറിയപ്പെടുന്നത്. 20 പരിപാടികൾ ആവിഷ്കരിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ആക്കം കൂട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. 20 പരിപാടികൾ ആവിഷ്കരിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ആക്കം കൂട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. 20 പരിപാടികൾ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആരുമായിട്ടാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയ വർഷം. കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയത് 1973 1973 കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയത്. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? ഗവർണർ. അഗ്നിപർവ്വതങ്ങളിലൂടെ എത്തുന്ന ലാവയുടെ സ്രോതസ്. അഗ്നിപർവ്വതങ്ങളിലൂടെ എത്തുന്ന ലാവയുടെ സ്രോതസ് അസ്തനോസ്ഫിയർ ആണ്. അഗ്നിപർവ്വതങ്ങളിലൂടെ എത്തുന്ന ലാവയുടെ സ്രോതസ് അസ്തനോസ്ഫിയർ. ശിലാമണ്ഡലത്തിന് താഴെയായി പദാർത്ഥങ്ങൾ ഉരുകിയ അർദ്ധ ദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം. ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് പദാർത്ഥങ്ങൾ ഉരുകിയ അർദ്ധ ദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയർ. നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെ ഡാഷ് എന്ന് പറയുന്നു. നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആര്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലോകസഭാ സ്പീക്കറാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പൊ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയും പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലോകസഭാ സ്പീക്കറുമാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലോകസഭാ സ്പീക്കർ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആര്? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു. വിവേകവർദ്ധിനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര്? പ്രസിദ്ധീകരണത്തിന്റെ പേര് വിവേകവർദ്ധിനി. ആരംഭിച്ചത് വീരേശലിംഗമാണ്. വീരേശലിംഗം. പ്രസിദ്ധീകരണം ഏതാണ്? വിവേകവർദ്ധിനി. വിവേകവർദ്ധിനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? വീരേശലിംഗം. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി വാമനപുരം നദിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? വാമനപുരം നദി.
ലോക പുകയില വിരുദ്ധ ദിനം. ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 31. ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് മെയ് 31. സുഗതകുമാരിയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി ഏത്? സുഗതകുമാരിയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് രാത്രിമഴ. രാത്രിമഴ ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചാൽ സുഗതകുമാരിയുടെ കൃതിയാണ്. സുഗതകുമാരിയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് രാത്രിമഴ. ജലദോഷം ബാധിക്കുന്നത് ശരീരത്തിന്റെ ഏത് വ്യവസ്ഥയെയാണ്? ജലദോഷം ബാധിക്കുന്നത് ശരീരത്തിന്റെ ശ്വസന വ്യവസ്ഥയെയാണ്. ജലദോഷം ബാധിക്കുന്നത് ശ്വസന വ്യവസ്ഥയെയാണ്. ശാസ്ത്രീയമായിട്ട് മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര്. ശാസ്ത്രീയമായിട്ട് മുയൽ വളർത്തുന്ന രീതിയാണ് ക്യൂണിക്കൾച്ചർ. ക്യൂണിക്കൾച്ചർ എന്താണ്? ശാസ്ത്രീയമായിട്ട് മുയൽ വളർത്തുന്ന രീതി. മുയൽ വളർത്തുന്ന രീതി ഏതാണ്? ക്യൂണിക്കൾച്ചറാണ്. ക്യൂണിക്കൾച്ചർ. കുടുംബത്തിന്റെ വാർഷിക വരുമാനം പരിഗണിക്കാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വേണ്ടി നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ്. ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ്. നിർമ്മിത ബുദ്ധി സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. നിർമ്മിത ബുദ്ധി സേവനങ്ങൾ AI സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഭാരത് ജൻ. പദ്ധതിയുടെ പേര് ഭാരത് ജൻ. AI സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഭാരത് ജൻ. ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ദിവ്യ ദേശ്മുഖ് ആണ്. ദിവ്യ ദേശ്മുഖ്. ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ദിവ്യ ദേശ്മുഖ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം ഏത്? ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമാണ് ഒഡീസിയസ്. ഒഡീസിയസ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം ഒഡീസിയസ്. വിക്കിപീഡിയ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? വിക്കിപീഡിയ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്. വിക്കിപീഡിയ ദിനം ജനുവരി 15. ജനുവരി 15. ആദ്യത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ആര്? ആദ്യത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് ചൗരി ചൗര സംഭവമാണ്. ചൗരി ചൗര സംഭവം. കണ്ണിന്റെ ഏതു ഭാഗത്താണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത്? കണ്ണിന്റെ ഏതു ഭാഗത്താണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത്? റെറ്റീനയിലാണ്. റെറ്റീന. കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ. കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2 എണ്ണമാണ്. അത് ഏതൊക്കെയാണ്? സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയുമാണ്. കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2 എണ്ണം. സുൽത്താൻ ബത്തേരി, മാനന്തവാടി. മലയാളത്തിലെ ആദ്യത്തെ ചരിത്രാഖ്യായികയായ മാർത്താണ്ഡവർമ്മയുടെ രചയിതാവ്. മലയാളത്തിലെ ആദ്യത്തെ ചരിത്രാഖ്യായികയായ മാർത്താണ്ഡവർമ്മയുടെ രചയിതാവ് CV രാമൻ പിള്ളയാണ്. CV രാമൻ പിള്ള. എത്ര ശതമാനം ഓക്സിജനാണ് ഭൂമിയുടെ അന്തരീക്ഷ വായുവിലുള്ളത്? എത്ര ശതമാനം ഓക്സിജൻ? 21% ഓക്സിജനാണ് ഭൂമിയുടെ അന്തരീക്ഷ വായുവിൽ ഉള്ളത്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്നത് 1965. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തതും ഭാഗ്യം എന്ന് ചട്ടമ്പി സ്വാമികളുടെ ഏത് പുസ്തകത്തെക്കുറിച്ചാണ് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത്? പുസ്തകത്തിന്റെ പേര് വേദാധികാര നിരൂപണം എന്നതാണ്. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണം എന്ന കൃതിയെക്കുറിച്ച് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടതാണ് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യമെന്ന്.
അപ്പോൾ വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണം എന്ന കൃതിയെക്കുറിച്ച് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യമെന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? വിവേകാനന്ദനാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധിയെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച വിലാപകാവ്യം ഏത്? ചട്ടമ്പി സ്വാമികളുടെ സമാധിയെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച വിലാപകാവ്യമാണ് സമാധി സപ്താഹം. സമാധി സപ്താഹം രചിച്ചതാരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. സന്ദർഭം ചട്ടമ്പി സ്വാമികളുടെ സമാധിയെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച വിലാപകാവ്യമാണ് സമാധി സപ്താഹം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ എതിർത്ത് ചട്ടമ്പി സ്വാമികൾ എഴുതിയ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. അപ്പം മോക്ഷപ്രദീപ ഖണ്ഡനം എന്നത് ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അപ്പം ആരുടെ കൃതിയെ എതിർത്താണ് മോക്ഷപ്രദീപ ഖണ്ഡനം ചട്ടമ്പി സ്വാമികൾ എഴുതിയത്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ എതിർത്താണ് ചട്ടമ്പി സ്വാമികൾ മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതി എഴുതിയത്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് എന്ന്? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി 2010 2010. വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ. വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരുപ്പിക്കും എന്ന മുദ്രാവാക്യം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരുപ്പിക്കും എന്ന മുദ്രാവാക്യം ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആരുമായിട്ടാണ്? അയ്യങ്കാളിയുമായിട്ടാണ്. അയ്യങ്കാളി. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18 18. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? ഏറ്റവും വലുത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നത്. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? താലൂക്ക് പീരുമേട് താലൂക്കാണ്. പീരുമേട് താലൂക്കിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട്. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം പറമ്പിക്കുളം. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം? ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് ശെൻതരുണി വന്യജീവി സങ്കേതമാണ്. ശെൻതരുണി വന്യജീവി സങ്കേതം. ശെൻതരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ്? ശെൻതരുണി വന്യജീവി സങ്കേതം കുളത്തുപുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ്. കുളത്തുപുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ് ശെൻതരുണി വന്യജീവി സങ്കേതം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിച്ചത്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശൻ. കുമാരനാശൻ. നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചതാരാണ്? നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരുവാണ്. നടരാജഗുരു. കയ്യൂർ സമരം നടന്ന വർഷം? കയ്യൂർ സമരം 1941 കയ്യൂർ സമരം നടന്നത്. 1941. കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റവർ ആരൊക്കെയാണ്? 4 പേരാണ് തൂക്കിലേറ്റത്. തൂക്കിലേറ്റപ്പെട്ടത് മഠത്തിൽ അപ്പു, പെഡോര കുഞ്ഞമ്പു നായർ, കൊയ്ത്താട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ. കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവരാണ് മഠത്തിൽ അപ്പു, കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ എന്നിവർ കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ. കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം നടത്തിയ സ്ഥലം ഏതാണ്? കുണ്ടറയിലെ ഇളംബള്ളൂർ ക്ഷേത്രമാണ്. കുണ്ടറയിലെ ഇളംബള്ളൂർ ക്ഷേത്രം. കുണ്ടറ വിളംബരം നടന്നത് വർഷം 1809 ജനുവരി 11. മലയാളത്തിൽ ചോദിക്കുവാണെങ്കിൽ 984 മകരം 1.
കുറിച്യ ലഹള നടന്ന വർഷം. കുറിച്യ ലഹള 1812 വയനാട്ടിലാണ് കുറിച്യ ലഹള നടന്നത്. അവസാനത്തെ ചോദ്യം, കുറിച്യ ലഹളയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? കുറിച്യ ലഹളയുടെ മുദ്രാവാക്യമായിരുന്നു വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് ഏത് ലഹളയുടെ മുദ്രാവാക്യമായിരുന്നു? കുറിച്യ ലഹളയുടെ മുദ്രാവാക്യമായിരുന്നു. 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചിരിക്കുവാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.